ഹലോ മൈഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറേയധികം ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് പോയിന്റുകളും ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സിജി ബിജു. ഒന്നാമത്തത് അബ്രഹാം ഉടമ്പടി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് നല്ല പ്രസക്തിയുണ്ട്. 2022 ചോദിച്ച ചോദ്യമാണ്. ഇതിനകത്ത് ഒപ്പിടാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു, അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ്, അബ്ദുള്ള ബിൻ സായിദ്, ഡൊണാൾഡ് ട്രംപ് ആണ് ഇതിനകത്ത് ഒപ്പിടാത്തത്. അപ്പം ആരൊക്കെയാണ് ഒപ്പിട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഈ ഓപ്ഷനകത്ത് ABC എന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ബെഞ്ചമിൻ നെതന്യാഹു, അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ്, അബ്ദുള്ള ബിൻ സായിദും അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദും. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇത് ഏത് ഡേറ്റിലാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 സെപ്റ്റംബർ 15-നാണ്. 2020 സെപ്റ്റംബർ 15-ാം തീയതി ആണ് ഇസ്രായേലും അറബ് രാജ്യങ്ങൾ ആയിട്ടുള്ള UAEയും അതുപോലെ തന്നെ ബഹ്റിനും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായിട്ടുള്ള ഒരു സമാധാന കരാർ ആണ് ഇത്. പിന്നീട് മൊറോക്കയും സുഡാനും ഇതിന്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. 2020 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഇസ്രായേലും അറബ് രാജ്യങ്ങളായിട്ടുള്ള UAEയും ബഹ്റിനും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടി ആണ് അബ്രഹാം ഉടമ്പടി എന്ന് പറയുന്നത്. അതിനുശേഷം മൊറോക്കോയും സുഡാനും ഒപ്പിട്ടിട്ടുണ്ട്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു കരാർ ഒപ്പിട്ടത്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുക ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. യഹൂദ മതം, ഇസ്ലാം, ക്രിസ്തു മതം എന്നീ 3 പ്രധാന മതങ്ങളുടെയും പൊതുപിതാവായി കരുതപ്പെടുന്ന അബ്രഹാം എന്ന പേരാണ് ഈ സമാധാന ഉടമ്പടിക്ക് നൽകിയിരിക്കുന്നത്. യഹൂദ, ഇസ്ലാം, ക്രിസ്തു മതം എന്നീ 3 പ്രധാന മതങ്ങളുടെയും പൊതുപിതാവായിട്ട് അബ്രഹാം എന്ന പേരാണ് ഈ ഒരു സമാധാന ഉടമ്പടിക്ക് നൽകിയിരിക്കുന്നത്. ഈജിപ്റ്റ്, അതായത് 1979 ഈജിപ്തിനും ജോർദാൻ 1994 ശേഷം ഇസ്രായേലുമായിട്ട് കരാറിൽ ഏർപ്പെടുന്ന ആദ്യത്തെ അറബ് രാജ്യമാണ് UAEയും ബഹ്റിനും എന്ന് പറഞ്ഞത്. ഈജിപ്റ്റ് 1979 ഇസ്രായേലുമായിട്ട് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ജോർദാൻ 1994. ഇവർക്ക് ശേഷം UAEയും ബഹ്റിനുമാണ് ഈ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. 2020 സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കരാർ ഒപ്പിട്ടത്. അമേരിക്കയാണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു ഇത് നടന്നിരുന്നത്. ഇസ്രായേലില് ബെഞ്ചമിൻ നെതന്യാഹുവും UAEയുടെ ആണ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും ബഹ്റിൻ്റെത് അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി. ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് ആൻഡ് അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ്. ബഹ്റിൻ്റെതാണ് അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാൻ. അപ്പൊ അത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ അത് പഠിച്ചു വെച്ചേക്കണം. അതിനുശേഷം ആരുടെ കാര്യങ്ങളൂടെ ഓർത്ത് വെച്ചേക്കണം. മൊറോക്കയും സുഡാനും ഇതിനകത്ത് ഭാഗമായി എന്ന കാര്യവും ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈനാണ് ഐസോനെഫ് എന്ന് പറയുന്നത്. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ലൈൻ ആണ് ഐസോനെഫ്. അതായത് ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഭൂപടത്തിൽ ഒരേ ആപേക്ഷിക ആർദ്രത, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരേപോലെയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഏത്? ഐസോഹ്യൂം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐസോഹ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഐസോഹ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂപടത്തിൽ സമുദ്രത്തിലോ മറ്റ് ജലാശയങ്ങളിലോ ഒരേ അളവിൽ ലവണാംശമുള്ളതാണ് എങ്കിൽ ഏതെന്ന് പറയുന്നു? ഐസോഹലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ലവണാംശം ഒരുപോലെയുള്ള രേഖകളെ തമ്മിൽ ഭൂപടത്തിൽ വരയ്ക്കുമ്പോൾ ഐസോഹലൈൻ എന്നാണ് ആ ഒരു സാങ്കല്പിക രേഖയ്ക്ക് പറയുന്നത്. സെയിം സാലിനിറ്റി ആണ് ഐസോഹലൈൻ. ഹ്യൂമിഡിറ്റി ആണെങ്കിൽ എന്ത് പറയും? ഐസോഹ്യൂം എന്നും. ഐസോഹലൈൻ എന്ന് പറഞ്ഞത് ലവണാംശത്തിന്റെ കാര്യവും ഓർത്തു വെച്ചിരിക്കണം. ഐസോബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആഴമുള്ള ഡെപ്ത് ഉള്ള സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഐസോബാത്ത് എന്ന് പറഞ്ഞത് ഒരേ ആഴമുള്ള സമുദ്രഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഐസോബാത്ത്. ഇനി ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരേ അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ താണ് ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരേ അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹൈറ്റ്. ഐസോ ബാത്ത് എന്താണ്? ഒരേ ആഴമുള്ള സമുദ്രഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഐസോ ബാത്ത് ആഴമുള്ള സമുദ്രഭാഗങ്ങൾ. മഴ ലഭിക്കുന്ന ഒരേ അളവിലാണെങ്കിൽ ഐസോ ഹൈറ്റ്. ഐസോ നെഫ് ആണ് നമ്മുടെ ചോദ്യത്തിനകത്ത് വന്നിരുന്നത്.
മേഘാവൃതമായിട്ടുള്ള ഒരേ അളവിൽ മേഘാവൃതമായിട്ടുള്ള സ്ഥലങ്ങളെ തമ്മിലുള്ളതാണ് ഐസോനെഫ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓപ്ഷനകത്തുള്ള ഐസോ ഹൈറ്റ്, ഐസോ ഹാലിൻ, ഐസോ ഹ്യൂം. ഹ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡിറ്റി ആണ്. നെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപോലെയുള്ള മേഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഹൈറ്റ് ആണെങ്കിൽ എന്താണ്? റെയിൻഫോളുമായി ബന്ധപ്പെട്ട. ഐസോ ഹാലിൻ എന്താണ്? സാലിനിറ്റി അഥവാ ലവണാംശമുള്ള ഒരേപോലെയുള്ള പ്രദേശങ്ങൾ. ഒന്നുകൂടെ നോക്കാം. ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ഐസോ ഹ്യൂമ്, ലവണാംശമാണെങ്കിൽ ഐസോ ഹലൈൻ, ഐസോ ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആഴമുള്ള സമുദ്രഭാഗങ്ങളെ. ഐസോ ഹൈറ്റ് മീൻസ് ഒരേ അളവിൽ മഴ ലഭിക്കുന്നു. ഐസോ നെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അളവിൽ മേഘാവൃതമായ സ്ഥലങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം നിർമ്മിച്ചത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോകാം. ആദ്യത്തെ ആണവ നിലയമാണ് മഹാരാഷ്ട്രയിലെ താരാപൂറില് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം അമേരിക്കയുടെ സഹായത്തോടു കൂടിയിട്ട് മഹാരാഷ്ട്രയിൽ നിർമ്മിച്ചു. ആരുടെ സഹായത്തോടെ? അമേരിക്കയുടെ സഹായത്തോടു കൂടിയിട്ട് മഹാരാഷ്ട്രയിൽ താരാപൂർ. ഇനി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് കൂടംകുളത്തെ, തമിഴ്നാട്ടിലേതെന്ന് പറയുന്നത്. കൽപ്പാക്കം, തമിഴ്നാട്. പൂർണ്ണമായും ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ നിലയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പാക്കം, തമിഴ്നാട്. ഏറ്റവും വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടംകുളം. ആദ്യത്തേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരാപൂർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. കൂടംകുളത്തിന് റഷ്യയുടെ സഹായമാണ്. ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കൽപ്പാക്കം, തമിഴ്നാട്. നെക്സ്റ്റ് കൈഗ, കർണാടകത്തിലാണ്. പശ്ചിമഘട്ട മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രവർത്തിച്ച ലോക റെക്കോർഡ് ഇട്ടതാണ് കൈഗ ആണവ നിലയം എന്ന് പറയുന്നത്. പശ്ചിമഘട്ട മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രവർത്തിച്ചത്. റാവത് ഭട്ട, രാജസ്ഥാനില്. ആരുടെ സഹായത്തോടു കൂടിയിട്ട്? കാനഡയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ് റാവത് ഭട്ട ആണവ നിലയം. റാണ പ്രതാപ് സാഗർ ഡാമിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. റാണ പ്രതാപ് സാഗർ ഡാമിന് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആണവ നിലയം ആണ് റാവത് ഭട്ട. ഇനി കക്ര എന്താണ്? ഗുജറാത്തിലാണ്. കക്രപ്പാറ നമ്മൾ പറഞ്ഞില്ലേ, കക്രപ്പാറ ഗുജറാത്തില്. താപി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു? താപി നദിക്കരയിൽ. നറോറ, ഉത്തർപ്രദേശ്, ഗംഗാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ സുരക്ഷിതമായി നിർമ്മിച്ചതാണ് നറോറ ആണവ വൈദ്യുത നിലയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. നറോറ, ഉത്തർപ്രദേശ്, ഗംഗാ നദിയുടെ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ സുരക്ഷിതമായി നിർമ്മിച്ചു. താപി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നത് കക്രപ്പാറ, ഗുജറാത്ത്. റാവത് ഭട്ട, രാജസ്ഥാൻ. കാനഡയുടെ സഹായത്തോടു കൂടിയിട്ട് റാണ പ്രതാപ് സാഗർ ഡാമിന് സമീപം. കൈഗ, കർണാടക. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രവർത്തിച്ചു. ഇനി നെക്സ്റ്റ് കൽപ്പാക്കം, തമിഴ്നാട്. ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. കൂടംകുളത്തിൻ്റെത് റഷ്യയാണ് സഹായിച്ചത്. ഏറ്റവും വലുതാണ്. ആദ്യത്തേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരാപൂർ, മഹാരാഷ്ട്ര, അമേരിക്കയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. ഇനി ആണവോർജ കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 1948 സ്ഥാപിതമായി. ആദ്യ ചെയർമാനാണ് ഹോമി ജഹാംഗീർ ഭാഭ എന്ന് പറഞ്ഞത്. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവും അദ്ദേഹം തന്നെ ആണ്. ആണവോർജ കമ്മീഷൻ 1948. ഇനി വകുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1954 ആണവോർജ വകുപ്പ് രൂപീകരിച്ചത്. ഇതിന്റെ തലവൻ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ ആണവോർജ വകുപ്പ് 1954 രൂപീകരിച്ചത്. ആണവോർജ കമ്മീഷൻ 1948. ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ഭാഭ ആണ്. ആദ്യ റിയാക്ടർ അപ്സരയാണ്. അപ്സര 1956 ഡ്രോംബയിലെ ബാർക്കിലാണ് ഇത് സ്ഥാപിച്ചത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ആണ് അപ്സര എന്നത്. അപ്സര 1956. ഇനി നമ്മൾ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൂടെ പഠിച്ചു നോക്കണം. മഹാരാഷ്ട്രയിൽ ഫ്രാൻസിന്റെ സഹായത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയ പദ്ധതികളിൽ ഒന്നാണ് ജയ്താപൂർ എന്ന് പറയുന്നത്. ജയ്താപൂർ മഹാരാഷ്ട്രയിൽ ഫ്രാൻസിന്റെ സഹായത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയ പദ്ധതികളിൽ ഒന്നാണ് ജയ്താപൂർ. കോവാഡ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. മിതി വർദ്ധി എന്നത് ഗുജറാത്തിലാണ് വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജയ്താപൂർ മഹാരാഷ്ട്ര, കോവാഡ് ആന്ധ്രാപ്രദേശ്, മിതി വർദ്ധി ഗുജറാത്തിലാണ്. മിതി വർദ്ധി ഗുജറാത്ത്, കോവാഡ ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ഡയോക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകം ആണ്. മീഥേൻ ഒരു ഹരിതഗൃഹ വാതകമാണ്.
എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ. അപ്പം ഹരിതഗൃഹ വാതകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നതിന് മുൻപ് ഹരിതഗൃഹ പ്രഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമി ആ ഊർജത്തെ ആഗിരണം ചെയ്യുകയും തിരികെ റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ ആ ഊർജത്തെ ഭൂമി ആഗിരണം ചെയ്ത് തിരികെ വികിരണമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഈ താപത്തെ പൂർണ്ണമായും ബഹിരാകാശത്തേക്ക് പോവാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തും. ഇത് ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചൂട് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഭൂമിയിൽ നിന്ന് തിരികെ റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു താപത്തെ ബഹിരാകാശത്തിലേക്ക് പൂർണ്ണമായിട്ട് പോകാൻ സമ്മതിക്കാതെ ഭൂമിയിൽ തന്നെ തടഞ്ഞു നിർത്തി ഭൂമിയിൽ കുറച്ച് ചൂടുള്ളതായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ചൂട് നമുക്ക് കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഓവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ. അന്തരീക്ഷത്തിൽ താപം പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട വാതകങ്ങളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്. ഇത് മൂന്നുമാണല്ലോ ഇപ്പൊ നമുക്ക് പരീക്ഷയ്ക്കകത്ത് വന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്. കാണിച്ചു തരാം. ഹരിതഗൃഹ പ്രഭാവമായിട്ടുള്ള വാതകങ്ങൾ നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ. ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുണ്ടാകും? ആഗോള താപനം പോലെയൊക്കെയുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും. ഇനി ഇത് കൂടാതെ ജലബാഷ്പവും ക്ലോറോ ഫ്ലൂറോ കാർബണുകളും ഹരിതഗൃഹ പ്രഭാവം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാലും വനനശീകരണം എന്നിവ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹരിതഗൃഹ വാതകം ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിക്കൽ, വനനശീകരണം. മീഥേൻ ആണെങ്കിൽ കൃഷി, പ്രത്യേകിച്ച് നെൽകൃഷി, കന്നുകാലി വളർത്തൽ, മാലിന്യങ്ങൾ, ചീഞ്ഞഴുകൽ എന്നിവയിലൂടെ പുറന്തള്ളുന്നതാണ് മീഥൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഹരിതഗൃഹ വാതകം. നെൽകൃഷി ആയാലും കന്നുകാലി വളർത്തൽ, മാലിന്യങ്ങൾ, ചീഞ്ഞഴുകൽ എന്നിവയിലൂടെ. നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ രാസവളങ്ങളുടെ ഉപയോഗം, വ്യവസായങ്ങൾ എന്നിവ വഴിയാണ് നൈട്രസ് ഓക്സൈഡ് ഉണ്ടാവുന്നത്. നൈട്രസ് ഓക്സൈഡ് രാസവളങ്ങളുടെ ഉപയോഗം, വ്യവസായങ്ങൾ എന്നിവ വഴിയാണ്. ഇനി ജലബാഷ്പം ആണെങ്കിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സ്വാഭാവികമായിട്ടുള്ള ഹരിതഗൃഹ ഘടകമാണ് ജലബാഷ്പം അഥവാ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞത്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എയർ കണ്ടീഷണർ ആയാലും റെഫ്രിജറേറ്ററുകൾ എന്നിവയിൽ നിന്നോ ഉണ്ടാവുന്നതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പൊ പ്രധാനമായിട്ടും ഈ 5 ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം അന്തരീക്ഷത്തിൽ ഈ വാതകങ്ങളുടെ അളവ് അമിതമായി വർദ്ധിക്കുന്നു. ഇതിന്റെ ഫലമായി ഭൂമിയിലെ താപനില ക്രമാതീതമായി ഉയരുന്നതിനെയാണ് ഏതെന്ന് പറഞ്ഞത്? ആഗോള താപനം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. കാര്യം ഒന്നുകൂടെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ. ഇത് കൂടാതെ ക്ലോറോ ഫ്ലൂറോ കാർബണും ഈ വാട്ടർ വേപ്പറൂടെ ഓർത്തു വെച്ചേക്കണം. ഇതാണ് പ്രധാനമായിട്ടും ഹരിതഗൃഹ വാതകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന് ഓവറായിട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഗോള താപനം ഉണ്ടാകും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് മഞ്ഞുരുകൽ, സമുദ്രനിരപ്പ് ഉയരുക, കാലാവസ്ഥാ വ്യതിയാനം, കൃഷിനാശം എന്നിവ. അപ്പൊ മഞ്ഞുരുകൽ എന്ന് പറയുമ്പോൾ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകാൻ കാരണമാകുന്നു. അപ്പൊ ആഗോള താപനം മൂലം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകാൻ കാരണമാകുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നു. മഞ്ഞുരുകുന്നതോടെ സമുദ്രനിരപ്പ് ഉയരുകയും തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്നു. ഇതെല്ലാം ആഗോള താപനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇനി കാലാവസ്ഥാ വ്യതിയാനം, അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം, വരൾച്ച, ശക്തമായ ചുഴലിക്കാറ്റുകൾ എന്നിവയ്ക്ക് ഇത് കാരണം ആകുന്നുണ്ട്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം, വരൾച്ച, ശക്തമായ ചുഴലിക്കാറ്റുകൾ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. കൃഷിനാശം, കൃത്യത അല്ലാത്ത മഴയും താപനിലയിലെ മാറ്റവും കാർഷിക വിളവെടുപ്പിനെ ദോഷകരമായി ബാധിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ആഗോള താപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഞ്ഞുരുകൽ, സമുദ്രനിരപ്പ് ഉയരുക, കാലാവസ്ഥാ വ്യതിയാനം, കൃഷിനാശം എന്നിവ. അപ്പൊ ഇത്രയാണ് നമ്മൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ 45 ഡേയ്സ് സ്റ്റഡി പ്ലാനിലേക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 208 പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഇനിയിപ്പം അത് പരീക്ഷയ്ക്ക് അധികം ദിവസമൊന്നും ടൈം ഇല്ലല്ലോ. സോ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് PDF-ഉം റെക്കോർഡ് വീഡിയോയും മാത്രമുള്ള ഡെയിലി ടൈം ടേബിൾ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളാണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ നമ്മൾക്ക് SCRT-യും സോഷ്യൽ സയൻസും സെപ്പറേറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. സയൻസിനും സെപ്പറേറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് എല്ലാ ദിവസവും ലൈവായിട്ടാണ് സെഷൻസ് വരുന്നത്. അതിൻ്റെയും PDF-ഉം ഇതെല്ലാം ടെലഗ്രാമിൽ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.